അയനം എന്ന് പറയുന്നതാണ് അതിനകത്തെ രാമനിലേക്കുള്ള യാത്ര. അയനം എന്ന് വെച്ചാൽ സഞ്ചാരമാണ്. അപ്പൊ നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ദക്ഷിണായനം, ഉത്തരായനം, സൂര്യന്റെ സഞ്ചാരം ദക്ഷിണ ഭാഗത്തേക്കും ഉത്തരഭാഗത്തേക്കും. അതേപോലെ രാമനിലേക്കുള്ള സഞ്ചാരമാണ് അയനം, സഞ്ചാരം. അപ്പൊ നമ്മൾ രാമനിലേക്കാണോ സഞ്ചരിക്കുന്നത്? രാമനിലേക്കുള്ള സഞ്ചാരം. മലയാളത്തിൽ അതിന് ചില അർത്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. രാമായണം, രാമായണം, ഇരുട്ടുമായണം. പക്ഷേ അതിന് നമ്മൾ പൂർണ്ണമായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ രാമായണം സംസ്കൃതമാണ്, അതിനകത്ത് മായണം എന്നുള്ള വാക്കില്ല, സംസ്കൃതത്തിലെ വാക്കല്ല. പിന്നെ ആരോ ഇങ്ങനെ പറഞ്ഞപ്പോ രാ എന്ന് വെച്ചാൽ ഇരുട്ടാണ്, ഇരുട്ട് മായാനുള്ളതാണ് രാമായണം എന്നും ആരോ പറഞ്ഞു വെച്ചു. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അർത്ഥം രാമനിലേക്കുള്ള അയനമാണ്, യാത്രയാണ്, രാമനിലേക്കുള്ള യാത്രയാണ്. വാൽമീകി രാമായണ രചനയോടനുബന്ധിച്ച് ശ്രീരാമനെ കുറിച്ച് വർണ്ണിക്കുന്ന ശ്രേഷ്ഠതകൾ വളരെ വലുതാണ്. അദ്ദേഹം സത്യപരാക്രമിയാണ്, ശ്രേഷ്ഠനാണ്, ധർമ്മവിഗ്രഹനാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട്. പിന്നീട് പറയുന്നു ശ്രീരാമനെ പോലെ ഒരാൾ ഇനി ഒരിക്കലും ജനിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ശ്രീരാമനെ കുറിച്ച് പറയുന്നത്. കാരണം അത്ര വലിയ തലമാണ് ശ്രീരാമൻ. ഒരു മനുഷ്യനാണെങ്കിൽ പോലും വീണ്ടും ഒരു ശ്രീരാമൻ. രാമന്മാര് വേറെയൊക്കെ ഉണ്ടാവും, ബലരാമനുണ്ട്, പരശുരാമനൊക്കെ ഉണ്ട്. പക്ഷേ ശ്രീരാമനെ പോലെ ഒരാൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നിട്ട് പറഞ്ഞു ഒരുപക്ഷെ ശ്രീരാമൻ ഉണ്ടായാലും സീതയെ പോലെ ഒരാൾ ഉണ്ടാവാൻ അതിലും സാധ്യത കുറവാണ്, ഉണ്ടാവുകയില്ല എന്ന് വാൽമീകി പറഞ്ഞു വെച്ചു എന്ന് പറഞ്ഞു. അതാണ് അതിനകത്ത് പ്രത്യേകത. വിവേകാനന്ദസ്വാമികള് രാമായണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, രാമായണം ഭാരതത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന കാവ്യമാണ്. അത് അനാദികാലത്ത് ഇവിടെ നിലനിൽക്കുന്നതിന്റെ കാരണം തന്നെ ഈ പറയുന്ന രാമായണത്തിന്റെ പ്രത്യേകത ഉണ്ടാകും. നമ്മൾ ഓർത്തു നോക്കുക, ത്രേതായുഗം എന്ന് പറയുന്നത് ദ്വാപരത്തിന് മുമ്പ്, കൃഷ്ണന് മുമ്പുള്ളതാണ്. ഈ യുഗത്തിന്റെ കാലാവധിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറത്താണ് യുഗത്തിന്റെ കാലഗണന പറഞ്ഞു. ഇപ്പൊ തന്നെ അറിയാലോ കലിയുഗം എത്ര വർഷമായിട്ടുണ്ടെന്ന് അറിയോ? നമ്മളിപ്പോ കലിയുഗത്തിലാണെന്ന് അറിയാലോ, അറിഞ്ഞൂടെ? കലിയുഗം വന്നിട്ട് എത്ര കാലമായി? 5300 വർഷത്തോളമായി കലിയുഗമായിട്ട്. അതായത് ശ്രീകൃഷ്ണന് ശേഷം, ദ്വാപരത്തിന് ശേഷം. ദ്വാപരം 1,35,000 വർഷമുണ്ട്. ഇനി കലിയുഗത്തിൽ ഇനിയുണ്ട് ഏകദേശം 35,000 വർഷമുണ്ട്. അതിനു മുമ്പാണ് ത്രേതായുഗം. ത്രേതായുഗത്തിന് മുമ്പ് സത്യയുഗം എന്ന് പറയുന്ന ഒരു കാലം. അതായത് മത്സ്യകൂർമ്മ, വരാഹം തുടങ്ങിയിട്ടുള്ള അവതാരങ്ങളൊക്കെ നടക്കുന്നത് സത്യയുഗത്തിലാണ്. കൃതയുഗത്തിന്, സത്യയുഗത്തിന് തന്നെ കൃതയുഗം എന്ന് പേര്. ഇതിങ്ങനെ ചതുർയുഗങ്ങളെന്നാണ്. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുന്നത്. ഓരോ യുഗത്തിനും ഓരോ മനുക്കളുണ്ട്, ഓരോ യുഗത്തിനും ഓരോ ഇന്ദ്രന്മാരും. അതായത് ഇന്ദ്രന്മാരൊന്നും സ്ഥിരമല്ല, ഓരോ കാലത്ത് ഓരോ ഇന്ദ്രന്മാരാണ്. ഓരോ ചതുർയുഗത്തിന് ഒരു ഇന്ദ്രൻ, ആ ചതുർയുഗത്തിന് ഒരു മനു, ആ ചതുർയുഗത്തിന് ഒരു സൂര്യൻ. ഇങ്ങനെയുണ്ട്. ബ്രഹ്മാവിന് പോലും മാറ്റമുണ്ട്. 4 ചതുർയുഗം കഴിയുമ്പോൾ ഒരു ബ്രഹ്മാവ് മാറും. അപ്പൊ അവിടെ മാറ്റം ഇല്ലാതിരിക്കുന്നത് വിഷ്ണു, ശിവൻ, ഇങ്ങനെയുള്ളവരാണ്. മഹാവിഷ്ണു അനന്തമായി. അതെ, ഒരു പ്രളയം കഴിഞ്ഞപ്പോ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഒരു താമരയുണ്ടായി, അതിൽ ജനിക്കുന്ന ആളാണ് ബ്രഹ്മാവ്. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മാവിന് പോലും എന്തുണ്ട്? ജനന മരണങ്ങളുണ്ട്, ഉണ്ടായിട്ടില്ലാതാവുന്നു എന്ന് പറയും. അതാണ് പ്രപഞ്ചത്തിന്റെ രീതി. അപ്പൊ അങ്ങനെ രാമായണത്തിന്റെ സവിശേഷതകൾ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ രാമായണം ഇപ്പൊ നമ്മളുടെ പുതിയ പാഠ്യപദ്ധതിയിൽ കുറവാണ്. നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് അറിയാം, ലക്ഷ്മണോപദേശം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പുതിയ സിലബസിൽ ലക്ഷ്മണോപദേശമാണ്. പുതിയ സിലബസുകളിൽ ഇത്തരം കാര്യങ്ങളൊന്നും പഠന വിധേയമല്ല. അതിന്റെ മൂല്യച്യുതി നമുക്കുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പൊ പറഞ്ഞ പല കാര്യങ്ങളും കുട്ടിക്കാലത്ത് നമ്മളുടെ ക്ലാസ്സുകളിൽ ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ മലയാള വിഷയത്തിൽ സ്വാഭാവികമായിട്ടും നല്ല അറിവുള്ളതാണ്. അദ്ദേഹം ഇതിനെ കുറിച്ച് ഒരു ആമുഖമായി കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല. അപ്പൊ ഇനി ഇന്നത്തെ വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ദശരഥൻ എന്ന് പറഞ്ഞതിൽ 10 ദിക്കുകളിൽ ഒരേപോലെ നിൽക്കാൻ അല്ലെങ്കിൽ ഒരേപോലെ നിന്ന് യുദ്ധം ചെയ്യാൻ കഴിവുള്ള. അപ്പം നമ്മൾ സാറിന് നേർക്ക് നേരെ പറ്റത്തുള്ളൂ, അല്ലേ?
അഭ്യാസികളാണ് ചിലപ്പോൾ പുറകോട്ടൂടെ യുദ്ധം ചെയ്യും. 10 ദിക്കിലേക്ക് ഒരേ സമയം യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളെന്ന് ദശരഥനെ കുറിച്ച് പറയുമ്പോൾ 10 തലയുള്ളതുകൊണ്ടല്ല, ഈ തലകളൊക്കെ പിന്നീട് നമ്മുടെ ചർച്ചയാവുന്നതാണ്. അതിനുപരിയായിട്ട് അതെ 10 ദിക്കാണ്. 10 ദിക്കെന്നാണ് ഉദ്ദേശിച്ചത്. ദശ എന്ന് വെച്ചാൽ 10, 4 8 ദിക്കും മുകളിലും താഴെ, അങ്ങനെയാണ് 10 ദിക്ക്. ഈ 10 ദിക്കിലേക്ക് ഒരേപോലെ യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളാണെന്ന് പറഞ്ഞു. പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും എന്ന് പറഞ്ഞിട്ട് 10 സാധനങ്ങൾ നമുക്കുണ്ട്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? ചക്ഷു, ശ്രോത, ജിഹ്വ തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങൾ 5. കണ്ണ്, മൂക്ക്, തൊക്ക്, നാക്ക് തുടങ്ങിയിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ. പായുപാദം, ഉപസ്ഥം തുടങ്ങിയിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങൾ, കയ്യ്, കാല് തുടങ്ങിയിട്ടുള്ള, തൊക്ക് തുടങ്ങിയിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങൾ. അങ്ങനെ 10 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 10 ഇന്ദ്രിയങ്ങളെ അടക്കിയ ആളാണ് ദശരഥൻ. അതാണ് ദശരഥൻ എന്ന പേര്. ശരീരത്തിന് രഥം എന്നൊരു പേര്. കാരണം നമ്മൾ ഗീതയിൽ പറയുന്നുണ്ട്, അന്തര്യാമിയായിട്ടിരുന്ന് ഈശ്വരൻ തെളിക്കുന്ന തേരാണ് ശരീരം. അന്തര്യാമി ആത്മാവാണ്. ആ ആത്മാവിനെ വഹിക്കുന്ന തേരാണ് ശരീരം. ആ തേരിനെ, ശരീരത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് പറയുന്നിടത്ത് രഥം എന്നൊരു പേര് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദശരഥൻ 10. ആ ഉള്ളിൽ ഇരിക്കുന്ന ദശരഥന് 10 ഇന്ദ്രിയങ്ങളെയും അടക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് പ്രത്യേകമായിട്ട്. അതിനെ നമ്മൾ കഥയിൽ ഇങ്ങനെ ഒരു കഴിവാണ് അദ്ദേഹത്തിന് ഉള്ളതെന്ന് പറഞ്ഞു വെച്ചു. ഇങ്ങനെ പലയിടത്തും വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതിലെന്തെങ്കിലും സംശയം ഉണ്ടോ പറഞ്ഞത്? ഇതെങ്ങനെ അടക്കുന്നു എന്നുള്ളതിന്റെ ചോദ്യത്തിന് സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണോ നമ്മൾ സംസാരിക്കുന്നത്? സാഹചര്യത്തിനും ചിന്തയ്ക്കും ഒക്കെ അനുസരിച്ച് നമ്മൾ പറയും. പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്ത് പറയാ, അയ്യോ അത് പറയണ്ടായിരുന്നല്ലോ, ഇല്ലെങ്കിൽ അത് വേണ്ടായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത് കഴിഞ്ഞിട്ടാണ് ദേഷ്യം വരുന്നത്. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പൊ അതാണ് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത്. നമ്മളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറയും, അങ്ങനെ വരും. അങ്ങനെ നിയന്ത്രിതമായ ഇന്ദ്രിയങ്ങളുള്ള ആളാണ് ദശരഥൻ. ഇതാണ് അപ്പോൾ ഇന്ദ്രിയ നിഗ്രഹമുള്ള ആൾ. 10 കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഉള്ളത് കൊണ്ടാണ് ആ 10ലും അദ്ദേഹം വിജയം നേടിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ദശരഥൻ മനസ്സിലായല്ലോ, സംശയമില്ലല്ലോ. ഇനി രാമൻ എന്ന് പേരിട്ടെന്ന് പറഞ്ഞു. എന്താണ് രാമൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പ്രത്യേകത? നമ്മൾ ആദ്യം പറഞ്ഞു വാൽമീകിക്ക് തനിക്ക് എന്ത് കിട്ടി, മോക്ഷം കിട്ടിയ ശബ്ദമാണ്. രാമശബ്ദം ശ്രീരാമന് മുമ്പേ പ്രാധാന്യമുള്ള ശബ്ദമാണ്. എന്താണ് വസിഷ്ഠൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാമൻ എന്ന് പേരിട്ടത്. അറിയാമോ? വാൽമീകി മഹർഷി രാമരാമ 2 മരത്തിന്റെ ഇടയ്ക്ക് അങ്ങനെ രാമ എന്നുള്ള ശബ്ദം നമ്മുടെ സപ്ത ഋഷികളാണ് ഇവർക്ക് ഉപദേശിക്കുന്നത്, വാൽമീകി ഉപദേശിക്കുന്നത്. ആ ശബ്ദത്തിന് ഒരു പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് അത് ജപിക്കാൻ പറഞ്ഞത്. അത് രാമന് പേര് വിട്ടു, ശ്രീരാമന് പേര് വിട്ടു. ഇപ്പൊ രാമ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പ്രാധാന്യമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. രാ എന്ന് വെച്ചാൽ അഗ്നി ബീജമാണ്. രാ മനസ്സിലാകുന്നുണ്ടോ? ഓരോ ഭൂതങ്ങൾക്കും അല്ലെ ഓരോന്നിനും ഓരോ ബീജമന്ത്രങ്ങളുണ്ട്. ജപം ചെയ്യുന്ന ആളുകൾ ഇതിനകത്ത് കുറവായതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല. ജപം ചെയ്യുന്ന ആളുകൾക്കറിയാം ബീജമന്ത്രം. അതായത് നമ്മളൊരു വിത്തിട്ടാൽ, ഒരു ആലിന്റെ വിത്തെടുത്താൽ അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ആൽമരമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആ പടർന്നു പന്തലിക്കുന്ന ആല് ഒരു സൂക്ഷ്മ രൂപത്തില് ആ ആലിന്റെ വിത്തിലുണ്ട്. അല്ലെങ്കിൽ ഒരു വലുതായിരിക്കുന്ന ചക്ക നിറയെ പിടിക്കുന്ന ഒരു പ്ലാവിന്റെ ബീജം അല്ലെങ്കിൽ അതിന്റെ ചെറിയൊരു അംശം ഏതിലുണ്ട്? ചക്കക്കുരുവിലുണ്ട്. മനസ്സിലായി? അതേപോലെ അഗ്നി എന്ന് പറയുന്ന വലിയ ഈ ലോകം മുഴുവൻ കത്താനുള്ള അഗ്നിയുണ്ട്. ആ അഗ്നിയുടെ ബീജമന്ത്രമാണ് രാ. മനസ്സിലായോ? പൂജ വിഷയത്തില് അഗ്നിയെ പ്രദാനം ചെയ്യുമ്പോൾ അഗ്നിയാത്മന ദീപം സമർപ്പയാമി എന്ന് പറയുന്നതിന് മുമ്പ് രം അഗ്നിയാത്മന ദീപം സമർപ്പയാമി, അതാണ് ബീജമന്ത്രം. ഇനി രണ്ടാമത്തെ അക്ഷരം. അപ്പൊ അഗ്നി ബീജമന്ത്രമാണ് ര. രണ്ടാമത്തെ അക്ഷരമാണ് മാ. മാ എന്ന് പറയുന്നത് മോഹബീജമന്ത്രമാണ്. മോഹബീജം എന്ന് വെച്ചാൽ മനുഷ്യനെ മോഹത്തിൽപ്പെട്ട് ഉഴലിക്കുന്നതാണ് മോഹബീജം.
മനസ്സിലായി? അങ്ങനെ മോഹബീജമന്ത്രമായ മം എന്ന് പറയുന്നതും കൂടെ ചേർത്തിട്ട് മോഹത്തെ അഗ്നി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒതുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ വാൽമീകിയുടെ ഉള്ളിലുണ്ടായിരുന്ന ദുഷ്ടതകളെ എന്ത് ചെയ്തു? അഗ്നിയുടെ ബീജമന്ത്രം കൊണ്ട് അദ്ദേഹം ശുദ്ധീകരിച്ചു. അതിന് രാമ എന്ന് പറയുന്ന മന്ത്രം ഉപയോഗിച്ചു. മന്ത്രങ്ങളിലെല്ലാം ഇത്തരം ചില സൂക്ഷ്മമായ അടങ്ങലുകളുണ്ട്. അതുകൊണ്ടാണ് മന്ത്രത്തിന്റെ പ്രയോഗത്തിന് വലിയ പ്രാധാന്യം. നമ്മൾ പല മന്ത്രങ്ങളും ഇപ്പം പഞ്ചാക്ഷരി ആയാലും നാരായണ ആയാലും ഒക്കെ നമ്മൾ ജപിക്കുമ്പോൾ അതിൽ ബീജമന്ത്രങ്ങൾ ചേർത്ത് ജപിക്കുമ്പോൾ ശ്രദ്ധയോടെ ജപിക്കണമെന്ന് പറയാറുണ്ട്. ദാനന്ദ സ്വാമിയുടെ തന്നെ ഒരു ഇതില് നിങ്ങൾ വലിയ മന്ത്രത്തിന്റെ പുറകെ ഒന്നും പോകണ്ട, നിങ്ങൾ നാരായണായ നമ ചൊല്ലിയാൽ മതി, നമശിവായ ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ പരാശക്തി നമാന്ന് ചൊല്ലിയാൽ മതി എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടെ പറയും, ജപിക്കുമ്പോൾ ബീജമന്ത്രങ്ങൾ ചേർത്ത് ജപിക്കുകയാണെങ്കിൽ ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് ജപിക്കാൻ പറ്റും. അപ്പൊ ബീജമന്ത്രങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യമാണ്. അപ്പൊ അങ്ങനെ അഗ്നി ബീജമന്ത്രവും മോഹബീജമന്ത്രവും ചേർത്തിട്ടാണ് രാമ എന്ന ശബ്ദം. അങ്ങനെ അഗ്നി ബീജമന്ത്രം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന ആളായതുകൊണ്ട് ശ്രീരാമന് രാമൻ എന്ന് പേര്, രാമ എന്ന് പേരിട്ടു. അതാണ് അതിന്റെ പ്രത്യേകത. ശ്രീ എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. ശ്രീ ബഹുമാന സൂചകമാണ്. രാമൻ എന്നേ ഉള്ളൂ. ശ്രീരാമൻ എന്നും നമ്മൾ ഭക്തിയോടെ അത്രേ ഉള്ളൂ, ഭക്തിയോടുകൂടി വരും. ശ്രീരാമനും മറ്റു നേരത്തെ പറഞ്ഞല്ലോ രാഘവൻ എന്നൊരു പേരും വംശത്തിൽ പിറന്നു രാഘവൻ. അങ്ങനെയാണ്. അപ്പൊ അത്രയും വിഷയങ്ങൾ മനസ്സിലായി. ഇപ്പൊ രാമ നമ്മൾ ജപിക്കുമ്പോൾ ശ്രീരാമൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഉപരിയായി രാമ എന്ന് പറയുന്ന ശബ്ദത്തിനൊരു മന്ത്രഗാംഭീര്യം. അതാണ് നമ്മളെ രക്ഷിക്കുന്നത്. മനസ്സിലായിരുന്നു? അതാണ് അതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞത്. ഇപ്പം രാമ ജപിച്ചിരുന്നാൽ മതി. സന്ധ്യയ്ക്ക് പഴയ കാലത്ത് മുതൽ സന്ധ്യാവന്ദനത്തിന് ശ്രീരാമ രാമ രാമ എന്നാണ് ജപിച്ചു വരുന്നത്. ഇപ്പൊ രാമ എന്ന് പറയുന്ന മന്ത്രത്തിന്റെ പ്രാധാന്യം കൂടെ മനസ്സിലാക്കാനാണ് ആ വിഷയം കൂടുതലായിട്ട് പറഞ്ഞത്. മനസ്സിലായി? ഈ സന്ധ്യാവന്ദനത്തിലെ ഈ നമ്മൾ ചൊല്ലുന്ന രാമരാമ മന്ത്രം 108 രാമരാമ ഉണ്ടെന്നാ പറയും. നമ്മൾ സാധാരണ ചൊല്ലുന്ന സന്ധ്യാനാമത്തിൽ ഉണ്ടെന്നാണ്. അപ്പൊ അത്രയും രാമരാമ നമ്മളിങ്ങനെ ആവർത്തിച്ച് ചൊല്ലും. അത് വളരെ ഗുണകരമാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ നിർത്താം. അങ്ങനെ നിർബന്ധമില്ല. നമ്മൾ രാമായണ കഥനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടെ വായിക്കുകയാണെങ്കിലും അധ്യാത്മ രാമായണം ആയിരിക്കും വായിക്കേണ്ടി വരിക. അതിനെക്കുറിച്ച് അത്യാവശ്യം എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, എല്ലായിടത്തും വായിക്കുന്നുണ്ട്. വാൽമീകി രാമായണം വായിക്കാന്ന് വെച്ചാൽ അത് വായിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. എപ്പോഴെങ്കിലും സംസ്കൃതം പഠിക്കണം എന്ന് പറയാറുണ്ട്. കാരണം അത്ര വലിയ കവിത ആസ്വാദനം രാമായണത്തിൽ. അത് മനസ്സിലാക്കണമെങ്കിൽ സംസ്കൃതം മനസ്സിലാക്കി വെച്ചു. സംസ്കൃതത്തിലെ പാണ്ഡിത്യം അല്ലെങ്കിൽ അത്യാവശ്യം മനസ്സിലാക്കാനുള്ളൊരു കഴിവെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വാൽമീകി രാമായണം പഠിച്ചാൽ അത്ര വലിയൊരു കവിതയാണെന്ന് പറയാം. അത്ര വലിയ കവിത എന്ന് വെച്ചാൽ വളരെ നമ്മളെ ഗഹനമായി സ്പർശിക്കുന്ന ഒരു കവിതയാണ് വാൽമീകി രാമായണം. സുന്ദരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പദപ്രയോഗങ്ങളും ഒക്കെ അധ്യാത്മ രാമായണത്തിനൊന്നും അത്രയ്ക്ക് വലിയ ഇത് അവകാശപ്പെടാനില്ല. നമുക്ക് വായിച്ചും മനസ്സിലാക്കി ആ ഭക്തിയിൽ ലയിച്ചിരിക്കാമെന്നേ ഉള്ളൂ. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ടുള്ള വാൽമീകിയുടെ കവിതാ രചന വാൽമീകി രാമായണത്തിലുണ്ട്. നമുക്കൊരു ശ്രീരാമ രാമ ചൊല്ലി നാളത്തെ സമയം 7 മണിയാക്കിയാലോ എന്ന് ചിന്തയുണ്ട്. എല്ലാവരുടെ അഭിപ്രായം സന്ധ്യാവന്ദനം തന്നെ 7 മണിക്ക്. അതെ. അപ്പോൾ 7 മണിയാക്കിയാലും നമുക്ക് 8:30 നിർത്താം. നാളെ കുറച്ചുകൂടെ നമുക്ക് 7 ദിവസം ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ തീർക്കാനുണ്ട്. ആദ്യ ദിവസം നമുക്ക് ഇങ്ങനെ നിർത്താമെന്ന് വിചാരിച്ചതാണ്. അപ്പോ നാളെ പോലെ 7 മണിക്കാവുന്നതിൽ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ പറയുന്നത് മനസ്സിലാകാതെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. സ്പീഡായി പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ട്, മാറ്റമില്ല വരുത്തണം അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യമായി കഥകൾ കുറച്ചുകൂടെ വിശാലമായി കുറച്ചുകൂടെ വിശദമായി പോകുന്നുണ്ട്. വാൽമീകി രാമായണത്തിൽ കുറെ കൂടെ വിശദമായി പോകുന്നു. അത്രയും വിശദമായിട്ട് നമ്മൾ പോയാൽ നമ്മൾ 7 ദിവസം കൊണ്ടെങ്കിലും എത്തത്തില്ല. മാത്രമല്ല കഥയിലെ ചില ഗുണവശങ്ങളെയും തത്വവിചാരത്തെയും കൂടെ ചിന്തിക്കണമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ കഥ പറഞ്ഞു പോകണമെന്ന് വിചാരിക്കുന്നത്. കഥയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ഇതിഹാസം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തത്വം അതിലൂടെ നമ്മൾ മനസ്സിലാക്കണം. കഥ അറിയാതെ തത്വം മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആട്ടം. അപ്പൊ എന്ത് കഥ പറഞ്ഞ് കഥയിൽ എന്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നാണ് ചിന്തിക്കുന്നത്. ഇന്നത്തതിൽ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാവുന്ന എന്തെങ്കിലും കാര്യം തോന്നിയോ? അതിലൂടെ എന്തെങ്കിലും അങ്ങനെ മനസ്സിൽ വന്നോ?
ഒന്നൊന്നോട്ടം കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അല്ല, ഇന്നത്തെ ദശരഥ പറഞ്ഞതിലൂടെ രാജാവിന്റെ രാജ്യം നമുക്ക് അറിഞ്ഞു. ഉൾക്കൊള്ളാവുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുള്ളതായിട്ട് തോന്നി ഉണ്ടെങ്കിൽ മതി, നിർബന്ധമില്ല. ഈ മിഥിലാപുരം എന്ന് പറഞ്ഞ മിഥില അതെ, സീതയുടെ സ്ഥലമാണ്. സീരി- ആ, ജനകൻ ഭരിച്ചിരുന്ന ആ, സ്ഥലം മിഥിലാപുരം. മിഥിലാപുരത്തിൽ വിങ്കല എന്നൊരു നായരി. ദശരഥ അതിപ്പം ഈ ഒരു രാമായണത്തിനെ അടിസ്ഥാനമാക്കി മാത്രമല്ല, പക്ഷെ ദശരഥ രാജാവ് ഇതേപോലെ 10 ദിക്കുകളിലെയും ഒരേപോലെ നിയന്ത്രിക്കാൻ പറ്റുന്ന 10 അംഗങ്ങളെ ഒരേപോലെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളായിട്ടും ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ചേട്ടൻ പറഞ്ഞ കണക്ക് ഗുരുക്കന്മാരോട് ചോദിച്ചിരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്കെല്ലാം ഉണ്ട് തികഞ്ഞിരിക്കുന്ന ഒരാളാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെല്ലാം അവജ്ഞയോടെ കാണുന്ന ഒരു കാലമാണ്. അപ്പം അതിപ്പം എല്ലാ രാജാക്കന്മാരും പുരാണങ്ങളിൽ അങ്ങനെ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അത് കറക്റ്റായിട്ട് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ പ്രധാനമായി പുതിയ ഭരണാധികാരികൾ ചിന്തിക്കേണ്ടതുമാണ്. നമ്മുടെയൊക്കെ ഭരണാധികാരികൾ ഉപദേഷ്ടാക്കളേക്ക് വെക്കും, പക്ഷെ എന്നിട്ട് തോന്നുന്നത് ചെയ്യും. ഉപദേഷ്ടാക്കൾ അവരെ വഴിക്ക് പോവുകയും ചെയ്യും, വേറൊരു വഴിക്ക് ചെയ്യും. ഒരുപക്ഷെ ദശരഥന് ആരോടും ചോദിക്കാതെ എന്തും ചെയ്യാനുള്ള അധികാരവും എല്ലാം ഉണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. തന്നിൽ അർപ്പിതമായിരിക്കുന്ന രാജ്യഭാരം തന്റെ അവകാശം മാത്രമല്ല പ്രജാഹിതം കൂടെ ആണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് ഇല്ലാത്തതും അതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഈ ഗുരുക്കന്മാരോട് ചോദിച്ചു, വേണ്ടുന്നതൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. ഗുരുക്കന്മാരും യോജിക്കുന്ന രീതിയിലുള്ള കാര്യമാണ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു കാര്യം. പിന്നെ ദശരഥനെ കുറിച്ച് പറഞ്ഞ പരാക്രമശാലിയൊക്കെ ആയ അദ്ദേഹത്തിന്റെ കഴിവുകൾ കുറിച്ച് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഈ അശ്വമേധം എന്ന് പറയുന്ന യാഗം ഇവിടെ നടക്കുന്ന സമയത്ത് ഒരു ചെറിയ സംഭവം കൂടെ നടക്കുന്നുണ്ട്. ദേവന്മാര് ബ്രഹ്മാവിനെ കാണാൻ പോകുന്നു. രാവണൻ എന്ന് പറയുന്ന ഒരു അസുരനെ കൊണ്ട് സഹിക്കാൻ വയ്യാതായിരിക്കുന്നു, എന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചിട്ട് ബ്രഹ്മാവിനോട് തോന്നും. അപ്പൊ ബ്രഹ്മാവാണ് ഈ വരങ്ങളെല്ലാം ഈ രാവണന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മാവ് ഇത്രയും വരങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിൽ സഹിക്കാൻ വയ്യ. ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഒളിച്ചു നടക്കുകയാണ്. കൂടാതെ യമൻ തുടങ്ങിയിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് പോലും രാവണനെ കൊണ്ട് സഹിക്കാൻ വയ്യ. അഗ്നി, യമൻ തുടങ്ങിയിട്ടുള്ളവർക്ക് പോലും. യമന്റെയൊക്കെ ലോകത്തിൽ ഒരു മനുഷ്യനും ചെല്ലത്തില്ല. പക്ഷെ അവിടെ രാവണൻ അവിടെ ചെന്നിട്ട് പോരിന് വിളിക്കും. അവസാനം യമൻ പറയും എനിക്ക് അതിന് സമയമില്ല എന്ന് പറഞ്ഞിട്ട് അനുനയിപ്പിച്ച് വിടുകയാണ്. കാരണം യുദ്ധത്തിന് വന്നോ യമലോകം ഇനി ഞാനാ ഭരിക്കുന്നതെന്ന് പറഞ്ഞാണ് രാവണൻ അവിടെ ചെന്നേക്കും. അപ്പൊ അങ്ങനെ ഒരാൾക്കും വയ്യ. ജ്യേഷ്ഠനാണ് വൈശ്രവണൻ എന്ന് പറയുന്ന കുബേരൻ. അവിടെയും ചെന്ന് കൊട്ടുവെക്കാൻ ചെന്നിട്ട് അയാളെ അവിടുന്ന് ഓടിച്ച് കയ്യിലിരുന്ന പുഷ്പകുമാരം എന്ന് പറയുന്ന രഥമൊക്കെ തട്ടിപ്പറിച്ച് മേടിച്ച് അളകാപുരി എന്ന് പറയുന്ന ലങ്ക ഈ വൈശ്രവണൻ പിന്നെ ഭരിച്ചിരുന്നതാണ്. അവിടുന്നൊക്കെ അവസാനം ജ്യേഷ്ഠൻ അനുജന്റെ മുന്നിൽ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരേണ്ട അവസ്ഥയാണ്. അങ്ങനെ മുഴുവൻ ഈ പറയുന്ന യക്ഷന്മാരുടെ രാജാവാണ് വൈശ്രവണൻ, കുബേരൻ എന്ന് നമ്മൾ പറയുന്നത്. സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്. യക്ഷന്മാരെ കൊണ്ട് യുദ്ധത്തിനൊക്കെ നോക്കും. പക്ഷെ രാവണന്റെ മുന്നിൽ ഒരു രക്ഷയില്ലാതെ ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്. അങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കുകയാണെന്ന് പറഞ്ഞാണ് ദേവന്മാര് ബ്രഹ്മാവിനോട് നോക്കുന്നത്. അങ്ങനെയാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത്. അങ്ങയുടെ വരബലം കൊണ്ടാണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വരം അദ്ദേഹം ചോദിക്കുന്നതാണ്. പിന്നെ ദേവന്മാരോ ദാനവന്മാരോ യക്ഷന്മാരോ കിന്നരന്മാരോ കൊല്ലാൻ പാടില്ല. പക്ഷെ ഒരു ലൂപ്പ് ഹോൾ ചെറുതായിട്ട് വെച്ചു. മനുഷ്യരെ അദ്ദേഹം ഗൗനിച്ചില്ല. കാരണം മനുഷ്യൻ അദ്ദേഹത്തിന് മുന്നിൽ നിസ്സാരനാണ്. കാരണം മനുഷ്യരെ വലിയ വില കൊടുത്തില്ല. ഈ ആളുകളാണ് ഒരുപക്ഷെ കൊല്ലാൻ വരികയാണെങ്കിൽ ഇവരാരെങ്കിലും കൊല്ലാൻ വരുള്ളൂ. അങ്ങനെ അവരെ എല്ലാവരെയും ഒഴിവാക്കി. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു മനുഷ്യനെ കൊണ്ട് മാത്രമേ രാവണനെ ഇല്ലാതാക്കാൻ പറ്റൂ. അപ്പൊ അതിനി നാരായണനെ തന്നെ അഭയം പ്രാപിക്കുകയാണ് നല്ലത്. അങ്ങനെ ഭഗവാൻ എനിക്ക് വന്നു. ഭഗവാൻ പറഞ്ഞു ഞാനിങ്ങനെ ദശരഥന്റെ പുത്രനായിട്ട് ജനിക്കുന്നുണ്ട്. അപ്പോൾ രാവണന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. ശത്രു നിഗ്രഹം മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ 10,000 കൊല്ലം രാജ്യം ഭരിക്കുന്നതാണെന്നൊക്കെ പറയുന്നത്. അതാണ് രാമരാജ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ശ്രീരാമൻ അദ്ദേഹം ആര് വേണമെന്നുള്ള ചോദ്യത്തിൽ പറയുന്നുണ്ട്, ദശരഥനെ പോലെ ഒരു മഹാനായ രാജാവ് അശ്വമേധം ചെയ്ത അല്ലെങ്കിൽ ഇത്ര ഒരു രാജാവിന്റെ മകനായിട്ട് എനിക്ക് ജനിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ട് ദശരഥനെ കുറിച്ച് അവിടെ ഒരു പൂരത്തിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ദശരഥന്റെ മകനായിട്ട് ജനിക്കാനായിട്ട് ഭഗവാൻ തയ്യാറാവുന്നു. ഈ സമയത്ത് പറയുന്നു കപികള് കരടികള് തുടങ്ങിയവയൊന്നും രാവണൻ നിശ്ചയപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രൻ ഈ ദേവാദികളൊക്കെ കവികളായിട്ട് ജനിക്കട്ടെ,
ആ സൈന്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ജനിക്കട്ടെ എന്ന് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ദേവന്മാരൊക്കെ വാനരന്മാരായിട്ട് ജനിക്കുന്നു, ഈ കരടി ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളായിട്ട് ജനിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് ശ്രീരാമന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത്. ശ്രീരാമന് കൃഷ്ണവർണ്ണം ആയിരുന്നു എന്ന് പറയുന്നത്. എന്നറിയാമോ? കറുത്ത നിറമാണ്. നമ്മളതിനെ ശ്യാമമാണ് അല്ലെങ്കിൽ നീലയാണെന്നൊക്കെ പറയാം, പക്ഷെ കറുത്ത ആളാണ്. അപ്പൊ കറുത്തവരാരും മോശക്കാരല്ല. സാഹിബിന്റെ ചിന്ത നമുക്ക് വന്നപ്പോഴാണ് നമ്മൾ വെളുപ്പിന്റെ പുറകെ ഓടുക. വേദവ്യാസന് കൃഷ്ണ ശ്രീകൃഷ്ണനും അങ്ങനെ തന്നെ. അപ്പൊ പക്ഷെ ശ്രീരാമൻ ആകാരം കൊണ്ട് വളരെ ദീർഘബാഹുവും ഒക്കെ ആയിരുന്നു. അധികം നീളം കൂടിയ ആളും അധികം നീളം കുറഞ്ഞ ആളുമല്ല. അങ്ങനെ അംഗങ്ങളെല്ലാം ഉത്തമമായിട്ടുള്ള ഒരു ആളായിട്ട്, സൗന്ദര്യമുള്ള ആളായിട്ട് വർണ്ണിക്കുന്നു. ശ്രീരാമനെ കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് പറയുന്നുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കളോട് വളരെ സ്നേഹമുള്ള ആളായിരുന്നു. അവരുടെ പാദ നമസ്കാരം നിത്യവും ചെയ്തിരുന്നു എന്ന് രാമായണത്തിൽ പറയുന്നു. നിത്യവും അമ്മയുടെയും അച്ഛൻ്റെയും പാദ നമസ്കാരം ചെയ്തിരുന്നു. പിന്നെ വസിഷ്ഠനെ ഗുരുവിനെ ആദരിച്ച് അദ്ദേഹത്തിൻ്റെ പൂജ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമൻ ആചരിച്ചിരുന്നവ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടതാണെന്നതാണ് രാമായണത്തിൻ്റെ സന്ദേശം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അത് പൂജ മോശമല്ല. പിന്നെ വിഷയങ്ങൾ ഇന്നത്തതിൽ വേറെ ഒന്നുമില്ലല്ലോ, അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കാണ്ഡത്തിന്റെ പേര് ബാലകാണ്ഡം. രാമായണത്തിൽ എത്ര? 6 കാണ്ഡം. എത്ര ശ്ലോകങ്ങൾ? 500 അധ്യായം, 6 കാണ്ഡങ്ങൾ. സാമാന്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഓർത്തു വെച്ചിരിക്കുകയാണ്. ബ്രഹ്മാവിന് മഹാവിഷ്ണു ഉപദേശിക്കുന്ന സമയത്ത് 1,00,000-ൽ പരം ശ്ലോകങ്ങളുണ്ടായിരുന്നു. പിന്നീട് അത് നാരദനിലേക്ക് പോയപ്പോൾ കുറച്ച് കുറഞ്ഞു. ഒടുവിൽ വാൽമീകി എഴുതി വന്നപ്പോൾ 24,000-ൽ ഒതുങ്ങി എന്നാണ്. ഇന്നത്തെ ജന്മഭൂമിയിൽ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ആളുകൾക്ക് ഈ കിസ് മത്സരങ്ങളൊക്കെ വെക്കുമ്പോൾ ഇത്തരം സാമാന്യമായ വിഷയങ്ങൾ മനസ്സിലാക്കിയിരുന്ന പങ്കെടുക്കാം. ഇങ്ങനെ പറഞ്ഞു ഒന്ന് വായിച്ച് കേൾപ്പിച്ചു. അപ്പൊ ഇങ്ങനെയാണ് രാമായണത്തിനെ കുറിച്ച്. അപ്പൊ രാമായണത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ വയ്യാത്ത എന്താന്ന് മനസ്സിലായില്ലേ അല്ലേ? നമ്മൾ ശ്രദ്ധിക്കാത്ത, നമുക്കറിയാത്ത കാര്യം. ഇപ്പോഴും ചോദ്യം അവശേഷിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാനാണെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കാറുണ്ട്. പല വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കും. എന്തിനു നമ്മളിത് പഠിക്കണം, എന്തിനു നമ്മളിത് മനസ്സിലാക്കണം, അറിയണം. ചോദ്യം അറിയണം. ഇനിയുള്ള കാലം ഒരുപാട് കാര്യങ്ങൾ അറിയണം. നമ്മുടെ യദ്ഭാവം തദ്ഭാവം ചെയ്യുന്ന ഒരു ഉപനിഷത്ത് വാക്യം. നമ്മൾ എങ്ങനെ ഭവിക്കുന്നു അങ്ങനെ ഭാവിക്കും. എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, എന്താണോ അതങ്ങനെ ഭവിക്കും. നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ മനസ്സിലാക്കിയാൽ ഇതിലെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് ആരെങ്കിലും വായിക്കാൻ ചെറിയ ആദ്യമേ ചോദ്യം, രണ്ടാമത് ഉത്തരം. അത് ഈ രണ്ടും കൊടുത്തിട്ടുണ്ട്. ചോദ്യം ചോദിക്കും, അത് ഉറച്ചു വായിക്കണം. അന്നേരം ആദികവി ആരാണ്? വാൽമീകി. ആദികാവ്യം ഏതാണ്? വാൽമീകി രാമായണം. വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? 24,000. മലയാളത്തിൽ ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് എഴുതിയതാരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണത്തിലെ ആദ്യ കാണ്ഡം ബാലകാണ്ഡം. ആര് ആർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് രചിച്ചിരിക്കുന്നത്? പാർവതി പറഞ്ഞു കൊടുക്കുന്നത്. അധ്യാത്മ രാമായണത്തിൽ ശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്നു. ശ്രീരാമനെ കുറിച്ച് പാർവതി ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരമായി പാർവതിയെ കുറിച്ച് പറയുന്നുണ്ട്, നീ എന്തായാലും നല്ല ചോദ്യമാണ് ചോദിക്കുന്നത്. മോക്ഷം കിട്ടുന്നത് എന്താണോ അതാണ് ഈ ശ്രീരാമ തത്വം. അത് ഞാൻ നിനക്ക് ഉപദേശിച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ് രാമൻ ഉപദേശിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ കിളിപ്പാട്ടാണെന്ന് പറഞ്ഞല്ലോ, ശാരീരിക പൈതലേ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നു. അപ്പൊ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ കിളിയെ കൊണ്ട് ചൊല്ലിക്കുന്നു. ഇതാണ് ഇങ്ങനെ ഭാഗവതവും മഹാഭാരതവും ഒക്കെ അദ്ദേഹം കിളിപ്പാട്ടിലാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിലേക്ക് എഴുതിയിരിക്കുന്നത്. അത് നമ്മുടെ സാധാരണ മലയാളമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ചില വാക്കുകളൊക്കെ കിട്ടാൻ ചെറിയ പാടായിരിക്കും. പക്ഷെ വായിച്ചു വരുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പൊ അങ്ങനെ ഇന്ന് അങ്ങനെ നിർത്താം. 7 മണിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ?
അല്ല നിർദ്ദേശം എല്ലാവരുടെയും അനുസരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇവിടെ തന്നെ ആകും. ഇവിടെ തന്നെ 7:30 മണി തൊട്ട് മതി. അയ്യോ അങ്ങനെ മോളെ താമസം ഒരുപാടാവും. അല്ല നേരത്തെ അല്പം നേരത്തെ തുടങ്ങി നേരത്തെ ഇതുപോലെ നേരത്തെ വീട്ടിൽ പോകും. മഴയൊക്കെ കാര്യം നേരത്തെ ജോലിയൊക്കെ തീർത്താൽ മതി. ഇപ്പൊ ഈ പറഞ്ഞ ഉദ്ദേശമൊക്കെ എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലായി. ചോദ്യവും പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ദിവസവും ഈ ജന്മഭൂമിയിൽ വരും ചോദ്യങ്ങൾ വരും. എല്ലാ അതിന് ഇതിന്റെ 4ാമത്തെ പേജ് തന്നെ സംസ്കൃതി എന്നാണ് അതിനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം. അല്ല ഇത്രയും വിപുലമായിട്ട് ഒരു പത്രത്തിലില്ല. ജന്മഭൂമിയുടെ ആ ഒരു മഹത്വം കൂടെ ഞാൻ പറയുകയാണ്. അപ്പോ നമുക്കൊരു ശാന്തി മന്ത്രം കൂടെ ചൊല്ലി അവസാനിപ്പിക്കാം. സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി 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 ശാന്തി. അപ്പോൾ നമുക്ക് അടുത്ത ആരെങ്കിലും ഇതേപോലെ കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ കൂടെ വിളിച്ചോളുക. നമ്മൾ ഇതേപോലെ ഇതിനേക്കാളും കുറഞ്ഞൊരു സദസ്സായാലും നമ്മൾ രാമായണ തത്വചാരം ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഭാവിയിൽ നമുക്കിതിനെ വലിയ രീതിയിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ ഏതും ചെറിയ വിത്തിൽ നിന്ന് വളരുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കൂട്ടായ്മയിൽ പറയണം എന്ന് മാത്രമാണ് വിചാരിച്ചത്. പിന്നീട് നമുക്ക് അതുകൊണ്ട് തന്നെ ആദ്യം വലിയ ചിലവൊന്നും ഇല്ലാതെ ചെറിയ സംവിധാനത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് രാമായണത്തെക്കുറിച്ച് അറിയുന്ന ഇത്രയും പേരായാൽ പോലും ഇതൊരു വലിയ മുതൽക്കൂട്ടാണ് ഇപ്പോഴത്തെ കാലത്ത്. അല്ല വരണ്ടവർ തീർച്ചയായിട്ടും വരും. ഉറപ്പായില്ലേ? ഇത് അറിവില്ലാത്തവർ നമ്മുടെ ആൾക്കാരെ അത് പറയത്തുള്ളൂ. പൊതുവേ